ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. സുധീഷേട്ടൻ കൊടുക്കുന്നതല്ലേ തിരിച്ചു കിട്ടത്തുള്ളൂ. സോറി, ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയി, മാപ്പാക്കണേ. എന്നാ ശരി, നിങ്ങൾ എല്ലാവരും പോയി കിടന്നോ. എന്നാ ഗുഡ് നൈറ്റ്. ഞാൻ ഒരുത്തിയോണ്ട് ലവ് പറയാൻ പുറത്തേക്ക് പോയി. അതെന്തായി, പറഞ്ഞോ ഇല്ലയെന്ന് പോലും ഒന്ന് ചോദിച്ചതില്ല. നീ വന്ന ഉടനെ തലവേദനയാന്ന് പറഞ്ഞുകൊണ്ട് കിടന്നോ. എന്തെങ്കിലും കുഴപ്പം കാണുമെന്ന് കരുതി, അതാ ഞാൻ വിളിക്കാതിരുന്നത്. സുധീഷേട്ടാ, ലവ് പറയാൻ പോയ കാര്യം എന്തായി? നിന്നോട് ആരാ പറഞ്ഞത്? മുമ്പ് സുധീഷേട്ടൻ പറഞ്ഞില്ലേ, പിന്നെ സുഭാഷേട്ടനും പറഞ്ഞു. സുഭാഷേട്ടനോട് ഒരു കാര്യം പറഞ്ഞു, അത് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ വയ്യല്ലയോ. കോട്ടി പോകാനുള്ള വിഷമം തീർക്കാനായി ഏട്ടത്തിയെ ബീച്ചിൽ കൊണ്ടുപോയെന്ന് അറിഞ്ഞു. അപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇല്ലടാ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുരുക്കായി വരും. ഇന്ന് വന്നത് സതീഷിന്റെ രൂപത്തില്. ഏത് സതീഷ്? എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച സതീഷ്. എടാ, നിനക്ക് മനസ്സിലായില്ല? ആ പൂച്ചക്കണ്ണുള്ള പെൺകുട്ടിയുടെ ചേട്ടൻ. അവളെ ലൈൻ അടിക്കാൻ വേണ്ടി അവിടെ വീട്ടിലിടയ്ക്ക് പോവായിരുന്നു അല്ലേ? എടാ നികേഷെ, കൂട്ടുകാരൻ്റെ അടയാളം പറഞ്ഞു തരാൻ സുധീഷേട്ടൻ പറയുന്ന കേട്ടില്ലേ? നീ അത് വിട്, ഈ കാര്യം ശ്രദ്ധിക്ക്. നീ പറയടാ. ഞാനിന്ന് ഇതിന് വേണ്ടി കാര്യം പറയാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഭയങ്കര ബഹളവും ശബ്ദവും. ഞങ്ങൾ എന്താണെന്ന് കരുതി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സതീശനും അവളുടെ ഗേൾഫ്രണ്ടും. എന്താണെന്ന് ഞങ്ങൾ കാര്യം തിരക്കി. ആ പെൺകുട്ടി ഇതുവരെ അവനെ സുഹൃത്തായിട്ടാണ് കാണുന്നത്. ആ പെൺകുട്ടിയോട് അവൻ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുമില്ല. എൻ്റെ നിധിയുടെ സെയിം അവസ്ഥ, സെയിം കഥ, സിനിമയെ വെല്ലുന്ന കഥയാണ്. ആ സതീഷിൻ്റെ ഗേൾഫ്രണ്ട് ചോദിക്കുക, സുധീഷ ഇങ്ങനെ പ്രപ്പോസൽ ചെയ്തിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? അപ്പോൾ ഏട്ടത്തി എന്ത് പറഞ്ഞു? ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ചേട്ടാ ചിരിക്കല്ലേ. അത് കേട്ടപ്പോഴേ എൻ്റെ ഗ്യാസ് പോയി. ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. ചോദിക്കാതെ നന്നായി. അല്ലെങ്കിൽ സതീഷിൻ്റെ ഗേൾഫ്രണ്ട് പറഞ്ഞതുപോലെ നിനക്ക് എന്നെ കേട്ടാൽ എന്ത് യോഗ്യതയാണെന്ന് ചോദിച്ചേനെ. ഭാഗ്യം ഞാൻ ചോദിക്കാൻ, ഞാൻ രക്ഷപ്പെട്ടു. സുധീഷേട്ടൻ ഇന്നെങ്കിലും ഏട്ടത്തിയോട് പറയുമെന്ന് കരുതി. അതോർത്ത് ഇനി വിഷമിക്കണ്ട. വെല്ലുവിളി തീരാൻ ഇനി 5-6 മാസം ഉണ്ടല്ലോ. അതിനിടയിൽ എന്തെങ്കിലും നടക്കുമായിരിക്കും. വെല്ലുവിളി? എന്ത് വെല്ലുവിളി? എൻ്റെ മനസ്സിന് വില കൊടുക്കാനും നിങ്ങളുടെ മുമ്പിൽ തോക്കാതിരിക്കാനും ഞാൻ പറഞ്ഞ കാര്യമാണ്, അല്ലാതെ വെല്ലുവിളിയൊന്നുമല്ല. സുധീഷേട്ടാ, എല്ലാം ശരിയാവും. കറക്റ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വന്ന് വീണ് കിട്ടും. ആന്നോടാ? ആന്ന്. എന്നാൽ പോയി എന്തെങ്കിലും കഴിക്ക്. വാ, കഴിക്കാൻ വാ. എന്നാ സുഭാഷേട്ടൻ്റെ ഒരു കാര്യം. ഹരീഷേട്ടാ, എനിക്ക് വിശക്കുന്നു തോന്നുന്നു. നീ കുറച്ച് മുമ്പല്ലേടെ കഴിച്ചത്, ഇപ്പം വന്ന് കിടക്കടാ. പിന്നെ കാണിക്കുന്നത് രാവിലെയാണ്. അയ്യോ, ഏട്ടത്തി റെഡിയായോ? 2 മിനിറ്റ്, ഞാൻ ഇപ്പം റെഡിയാവാം. നികേഷ് നീ പൊക്കോ, ഞാൻ ഓഫീസിലേക്ക് താമസിച്ചേ പോകുന്നുള്ളൂ. എന്താ ഏട്ടത്തി ഈ കാര്യം? ഇന്നല്ലേ കോടതിയിൽ പോകണ്ടായോ? അയ്യോ, ഞാൻ ഫോൺ എടുത്തില്ല, എടുത്തിട്ട് വരാവേ. ഹരീഷ് എന്ന് സുധീഷിൻ്റെ അടുത്ത് ചെല്ലുന്നു. സുധീഷേട്ടാ, എല്ലാം ശരിയാകും. നീ എന്നെ ആശ്വസിപ്പിക്കാൻ നിൽക്കണ്ട. സുധീഷേട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. നീ ഒന്ന് പോവാൻ നോക്കേ. സുഭാഷേട്ടാ, ഞാൻ നികേഷിനെ കൊണ്ട് ബസ് സ്റ്റോപ്പിലാക്കി നേരെ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോവാന്നേ. സുധീഷേ, നമുക്ക് കോടതിയിൽ പോകണ്ടായോ? ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം. മോളെ, വല്ലാത്ത സങ്കടമായി പോയി. എന്ത് പറ്റി സുഭാഷേട്ടാ? നിങ്ങൾ രണ്ടുപേരും കോടതിയിൽ പോയി മറ്റു കേസുമായി കഷ്ടപ്പെടുകയല്ലയോ? അതിനിപ്പോൾ സങ്കടപ്പെടുകയെന്ന് ചെയ്യേണ്ടത്. കേസും കോടതിയൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായ കാര്യമല്ലയോ മോളെ? മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ വീട്ടിലെ കാര്യമാണ് എനിക്ക് വലുത്. മോളെ, നീയും സുധീഷും ഒരുമിച്ച് ജീവിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. മോളെ, നീയും സുധീഷും നടന്ന കല്യാണം വേറൊരു സാഹചര്യത്തിലാണെന്ന് നമുക്കറിയാം. ഒരു പക്ഷെ നിങ്ങളെ കാലം ഒരുമിപ്പിച്ചാലോ? ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. മോളെ, നീ ഇത് തെറ്റായി എടുക്കല്ലേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സുഭാഷേട്ടൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. സുധീഷ് വന്ന് കേൾക്കുന്നുണ്ട്. സുധീഷിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളെ എല്ലാവരെയും പോലെയുള്ള ഇഷ്ടമാണ് എനിക്കത്. സുധീഷിനോടുള്ള അങ്ങനെയുള്ള അടുപ്പമല്ല എനിക്ക്. സുധീഷ് എന്നോടും അങ്ങനെയുള്ള അടുപ്പമല്ല. ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് സുഭാഷേട്ടാ. സുധീഷിന് എന്നെ പോലെ തന്നെ ഇതൊരു കള്ളക്കല്യാണമാണ്. സുധീഷ് എന്നെ രക്ഷപ്പെടുത്താൻ വന്നു. സുധീഷിനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? മോളെ, അതല്ല സുഭാഷേട്ടാ, പ്ലീസ് ഈ കാര്യത്തെ എന്നെ വെറുതെ ഫോഴ്സ് ചെയ്യാൻ വരല്ല്. സുധീഷിനൊരു നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അതിന് ആദ്യം ഡിവോഴ്സാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് നോക്കാം. എല്ലാം ശരിയാകും സുഭാഷേട്ടാ. സുധീഷേ, റെഡിയായോ? റെഡിയായി സുഭാഷേട്ടാ, ഞാൻ പോയിട്ട് വരാം. മേഡം, ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ കോടതിയിലുണ്ട്, അകത്തോട്ട് കയറി വന്നേരെ. ഇത് നമ്മുടെ ക്ലയൻ്റാണ്. ഇത് നിധി, ഇത് സുധീഷ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് സൈൻ ഇടണം. ഇവരുടെ കേസ് എപ്പോഴാണ്? ഇവരുടെ കേസ് ഫസ്റ്റ് കേസാണ്. 603/99 നിങ്ങളുടെ കേസ് നമ്പർ. അത് വിളിക്കുമ്പോഴും നിങ്ങളുടെ പേര് വിളിക്കുമ്പോഴും അവിടെ കയറി നിന്നാൽ മതി. എന്നാ നിധി, ഞാനിച്ചിരി വെള്ളം മേടിച്ചോണ്ട് വരട്ടെ കുടിക്കാൻ. സുധീഷേ, വേണ്ട, കേസ് വിളിക്കുന്നവരെ ഇവിടെ നിന്നാൽ മതി. ഇവക്കൊരു വിഷമവും ഇല്ലയോ? ഇവിടെ എന്തൊരു മനസ്സാണ്. 603/99 നിധി, സുധീഷ് ഡിവോഴ്സാണോ? അതെ. ഉറക്കെ പറ. അതെ, ഡിവോഴ്സാണ്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5 മാസം. 5 മാസത്തിനിടെ ഡിവോഴ്സോ? നിങ്ങളുടെ ലവ് മാരേജ് ആണോ? അതെ മേഡം. ഡിവോഴ്സിനുള്ള കാരണം എന്താ? ഇത് മ്യൂച്വൽ പെറ്റീഷനാണ് മേഡം. അത് പേപ്പറിലുണ്ടല്ലോ. അതിൻ്റെ കാരണമാണ് ചോദിച്ചത്. എനിക്കിത് ഇഷ്ടമല്ല, പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ആദ്യം പോയി കൗൺസിലിംഗ് ചെയ്യും. എന്നാൽ ഞങ്ങൾ പോട്ടെ മേഡം. നിങ്ങൾ കോടതി പ്രൊസീജിയർ ചെയ്യാൻ നിൽക്കുന്നില്ലേ? കൗൺസിലിംഗ് നിൽക്കുന്നില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കൗൺസിലിംഗ് കാണുമെന്ന്. ആദ്യമേ ചെല്ലുമ്പോഴേ ഡിവോഴ്സ് കിട്ടുകയില്ല. ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭീഷ്മി, ഇവരെ അവിടെ വരെ ഒന്ന് പോയി കാണിച്ചിട്ട് വരൂ. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ അങ്ങോട്ട് അകത്തോട്ട് ചെന്നാൽ മതി. ഞങ്ങൾ മാത്രം പോയാൽ മതിയോ? നിങ്ങൾ മാത്രം പോയാൽ മതി. ഞങ്ങളെ അതിനകത്തോട്ട് വിടുകയില്ല. അകത്തേക്ക് വിളിക്കുന്നു. നിങ്ങളുടെ പേര് സുധീഷ് നിധി എന്നാണോ? അതെ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസം. അതിനുള്ളിൽ ഡിവോഴ്സ് വേണമെന്ന് പറയാനുള്ള കാരണം എന്ത്? ഡിവോഴ്സ് വേണമെന്ന് അറിഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമോ? ഞങ്ങൾ തമ്മിൽ സെറ്റാവൂല. ഇത്ര പെട്ടെന്ന് സെറ്റാവില്ലെന്ന് ഉറപ്പിച്ചോ?
രണ്ട് വ്യക്തികൾ, രണ്ട് അപരിചിതകൾ, രണ്ട് കുടുംബ പശ്ചാത്തലം ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? 1-2 വർഷമെങ്കിലും എടുക്കും മനസ്സിലാക്കാൻ. 5 മാസം കൊണ്ട് ഒത്തുപോകാൻ പറ്റത്തില്ലെന്ന് പറയുകയാണോ? ഒരു പുതിയതായി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 6 മാസമെങ്കിലും എടുക്കത്തില്ലയോ ഒന്ന് ഒത്തുപോകാൻ? നിങ്ങളുടെ ലവ് മാരേജ് ആണോ? അതെ മാഡം, ലവ് മാരേജ് ആയിട്ടാണോ ഡിവോഴ്സ് വേണമെന്ന് 5 മാസം കൊണ്ട് പറയുന്നത്? ഒത്തുപോകാൻ പറ്റുന്നില്ല, അതാണ് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തത്. ഒരുമിച്ച് തീരുമാനം നിങ്ങൾക്ക് എടുത്തെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം നിങ്ങൾക്ക് എടുത്തൂടെയോ? ഒരുമിച്ച് കോമൺ ആയി ഞങ്ങൾ ഒത്തുപോകില്ല. എന്താ അതിന് കാരണം? ഇയാൾ കുറച്ചു നേരം പുറത്തേക്കിരി. ഇനി പറ, യഥാർത്ഥ കാരണം എന്താ? അങ്ങനെ മറച്ചു വെക്കേണ്ട കാരണമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റുകയില്ല. നിധിക്ക് വല്ല ജോലിയുണ്ട്? എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ജോലിയുണ്ട്. ഹസ്ബൻഡിനോ? ഒരു ട്രാവൽ ഏജൻസിയിൽ ഡ്രൈവറാണ്. സ്റ്റാറ്റസ് പ്രശ്നം അല്ലേ? വിവാഹം കഴിഞ്ഞപ്പോഴാണ് സ്റ്റാറ്റസ് പ്രശ്നം ഉണ്ടായത് അല്ലേ? ഞങ്ങൾ തമ്മിൽ സ്റ്റാറ്റസ് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റുകയില്ല. എന്നാൽ അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. സുധീഷെ വിളിക്കുന്നു. എന്നെയോ? അതെ, അങ്ങോട്ട് ചെല്ല്. ആ ചെല്ലാം. നിങ്ങളിവിടെ ഇരിക്കും. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ട്രാവൽ ഏജൻസി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ട് വൈഫിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം? ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കുട്ടിയാണെന്ന് കണ്ടാലേ അറിയാമല്ലോ. നിങ്ങളെ കണ്ടാലും അത് പറയും. പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? മേഡം, എനിക്ക് അവളോട് ഒരു താല്പര്യക്കുറവുമില്ല. അവൾക്കാണ് ഇത് വേണ്ടാത്തത്. അവൾക്കാണ് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണ്ടത്. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ഒരാഗ്രഹവുമില്ല. എന്നാൽ ആ കുട്ടിയോട് സംസാരിച്ചൂടെയോ? അവൾ എന്ത് ചോദിച്ചാലും ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. അവൾ ഡിവോഴ്സ് ചോദിച്ചാലും ഞാൻ കൊടുക്കും. കൊടുക്കത്തില്ലെന്ന് പറയാൻ എനിക്ക് പറ്റുകയില്ല. ഇതെന്ത് കളിപ്പാട്ടമാണോ? ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാം. നിധിയോട് ഞാൻ പറഞ്ഞു നോക്കിയ, പക്ഷെ അവൾക്ക് നിർബന്ധമാണ്. നിധിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. കല്യാണം സാധാരണ കാര്യമല്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് 5 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത് ഒട്ടും സാധാരണമല്ല. ഒരുമിച്ച് ജീവിക്കാൻ നോക്കൂ. വാശി പിടിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിവോഴ്സ് കിട്ടുമായിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യുക. ആലോചിച്ച് തീരുമാനമെടുക്കുക. ചിലത് വേണ്ടെന്ന് തോന്നിയാലോ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചില ഡിവോഴ്സ് കഴിഞ്ഞാൽ നോർമൽ ആകുമെന്ന് വിചാരിക്കല്ല്. ഇതിനു ശേഷമാണ് ഇഷ്യൂ ആരംഭിക്കുന്നത്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരെ ഡിവോഴ്സ് എന്ന പേരിൽ അറിയപ്പെടും. നിങ്ങളോട് ഞാൻ ഇതാണ് പറയാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ്. നിങ്ങൾ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചൂടെ? മാറി ചിന്തിച്ചൂടെയോ? ഇല്ല മാം, ഇത് ശരിയാകില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചൂടെ? എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് കോടതി വരാം. ഇല്ല മാം, ഞാൻ ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇങ്ങനെ കടുംപിടുത്തം പിടിക്കല്ലേ നിധി. ഇനി എത്ര നാളായാലും ഈ തീരുമാനം മാറുന്നില്ല മാം. പ്ലീസ് മാം, ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു. ഇത് കടുത്ത തീരുമാനമാണ്. ഇതിൽ മാറ്റമില്ല. സുധീഷ് തലയാട്ടുന്നു. അവരെഴുതുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.